ഇനി നമ്മൾ അടുത്ത കൺസ്ട്രക്റ്റിലോട്ട് മൂവ് ചെയ്യാണ്, വിച്ച് ഈസ് നത്തിങ് ബട്ട് ലൂപ്സ്. നമ്മൾ ആദ്യത്തെ 3 കണ്ടു. അതിലേറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് ഇൻപുട്ടും അതുപോലെ തന്നെ വാരിയബിൾ. പിന്നെ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് കൺസ്ട്രക്റ്റിലോട്ട് എത്തി. അവിടെ നമ്മൾ എടുത്ത ഡിസിഷൻ മേക്കറാണ് ഇഫ് എൽസ് എന്ന് പറഞ്ഞിട്ട്, ഇഫ് എൽസ് കണ്ടീഷൻ. ഇഫ് ഇത് ശരിയാവുകയാണെങ്കിൽ ഇത് ഇങ്ങനെ നടക്കണം, അല്ലെങ്കിൽ മറ്റേത് നടക്കണം. ഇഫ് ഇത് തെറ്റാണെങ്കിൽ ഇത് ഇങ്ങനെ നടക്കണം, അല്ലെങ്കിൽ മറ്റേത് നടക്കണം. ഇറ്റ്സ് അപ്പോൺ അസ്. സോ അത് നമ്മൾ കണ്ടു. ഇനി ഇതിൻ്റെ പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോഴാണ് കുറച്ചുകൂടി ഇത് മനസ്സിലാവുക. സോ ഇനി അടുത്തതാണ് ലൂപ്സ്. ലൂപ്സിൻ്റെ കൂടെ ഒരു കാര്യം ഇവിടെ എഴുതിൻ്റെ ഐട്രേഷൻ. എന്താണ് ലൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്? ലൂപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ മാപ്പ് തന്നെയാണ്. അതായത് ചിലപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിനകത്ത് നമ്മൾ വല്ല സ്ഥലത്തേക്കുള്ള ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഗൂഗിൾ മാപ്പിനകത്ത് തന്നെ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റിനകത്തോട്ട്, എ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ബി എന്ന് പറഞ്ഞ പോയിന്റിലോട്ടാണ് ഗൂഗിൾ മാപ്പ് എങ്കിൽ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് പോലെ കാണാൻ പറ്റും. വഴിയൊക്കെ തെറ്റിയിട്ട് വന്ന സ്ഥലത്തോടെ തന്നെ കറങ്ങുന്നത് കാണാൻ പറ്റും. അതായത് ലൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് വന്ന സ്ഥലത്ത് കൂടെ തന്നെ പോവാം. എ എന്ന് പറഞ്ഞ എയിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് പോയി വീണ്ടും ഇതിലോട്ട് തന്നെ വരിക. അതായത് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് ഇൻഫൈനൈറ്റ് ആയിട്ട് കറങ്ങാൻ നോക്കി. അതായത് ഒരാള് എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ബിയിലേക്ക് പോയി, വീണ്ടും ബി എന്ന് എയിലേക്ക് വന്നു, ഏത് ബിയിലേക്ക് പോയി ബിന്ന് എയിലേക്ക് വരികയാണെങ്കിൽ അതിനൊരു അവസാനമില്ല, പ്രത്യേകിച്ച് കണ്ടീഷനൊന്നുമില്ല. പുള്ളി അതിനെ ഓണാക്കി കൊടുത്തു, പുള്ളി അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതിനെ പറയുന്ന പേരാണ് ഇൻഫിനിറ്റ് ലൂപ്പ് എന്ന് പറയാം. ഓക്കെ, ലൂപ്പിനകത്തുള്ള കാറ്റഗറിയാണ് ഇൻഫിനിറ്റ് ലൂപ്പ്. നമുക്ക് ചില കേസുകളിൽ ഇപ്പോൾ നമുക്കൊരു വീഡിയോ ഓണാക്കണം, ഒരു 3 മണിക്കൂർ വീഡിയോ നമുക്ക് ഓണാക്കണമെങ്കിൽ നമുക്കറിയാം, ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇപ്പം ഇറങ്ങുന്ന സംഭവം എന്നൊക്കെ, ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫോട്ടോ ഒരു ഫ്രെയിംസുകളെ കൂട്ടിച്ചേർത്താണ് ഒരു വീഡിയോ ഉണ്ടാക്കണം. സോ നമുക്ക് ഇൻഫൈനൈറ്റ് ആയിട്ടൊരു ലൂപ്പ് ഓടിക്കണം ഓരോ ഫ്രെയിമുകളെയും എടുക്കാനായിട്ട്. കാരണം വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ഫ്രെയിം, ഇപ്പോൾ ഒരു മിനിറ്റിലൊക്കെ ഒരു സെക്കൻഡിൽ 25 ഫ്രെയിംസ് ഒക്കെയാണ് ഇപ്പോൾ ഇറങ്ങുന്ന വീഡിയോസിൽ ഒരു സെക്കൻഡിൽ. ഇപ്പോൾ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1000 ഫ്രെയിമുകൾ ഉണ്ടായിരിക്കും. സോ അവിടെ എന്ന് പറയുമ്പോൾ നമ്മളൊരു വൈൽ ലൂപ്പ്, സിംപ്ലി ലൂപ്പ് നമ്മൾ ഇൻഫൈനൈറ്റ് ആയിട്ട് ഓടിച്ചിട്ട് അതിനകത്തു നിന്നാണ് ഫ്രെയിമുകൾ നമ്മൾ എടുക്കുക. ഓക്കെ, എന്തെങ്കിലും കാര്യത്തിന് എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യാനൊക്കെ ആയിട്ട്. സോ പറഞ്ഞു വന്ന ഇതാണ്, ലൂപ്പിനകത്ത് വരുന്നൊരു കാറ്റഗറിയാണ് ഇൻഫൈനൈറ്റ് ലൂപ്പ്. ലൂപ്പ് എന്ന് പറയുന്നത് ഒരു കാര്യം തന്നെ റിപ്പീറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സോ അതിന് സിംപ്ലി നമ്മൾ 3 ചെയ്ത പോലെ തന്നെ അതിൻ്റെ അൽഗോരിതം, അതിൻ്റെ സ്യൂഡോ കോഡ് നമുക്ക് നോക്കാം. സോ അതിനായിട്ട് ആദ്യമായിട്ട് നമുക്കറിയാം, ഏതൊരു കാര്യത്തിനാണെങ്കിലും നമ്മൾ ആദ്യം എഴുതുന്നത് എന്താണ്? അൽഗോരിതമാണ്. സോ അൽഗോരിതം. സോ നമുക്കറിയാം, ഇപ്പം ഞാനിവിടെ ഒരു അൽഗോരിതം, അതായത് ഒരു ലൂപ്പിൻ്റെ അൽഗോരിതമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലൂപ്സ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് മെയിനായിട്ട് 2 തരത്തിലുള്ള ലൂപ്സാണ്. ഒന്നെന്ന് പറയുന്നത് വൈൽ ലൂപ്പും, രണ്ടാമത്തെ ഫോർ ലൂപ്പും. അതായത് ലൂപ്പ് എന്ന് പറയുന്ന കൺസ്ട്രക്റ്റ്, ഈ ലൂപ്പ് എന്ന് പറയുന്ന സംഭവം, അതായത് ആ കൺസ്ട്രക്റ്റ് 2 തരത്തിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഒന്നല്ലെങ്കിൽ വൈൽ ലൂപ്പ് വെച്ച് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫോർ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യം നമുക്ക് നടത്താം. ഞാൻ ലൂപ്പിനകത്ത് പറഞ്ഞ് ഇൻഫിനിറ്റ് ലൂപ്പ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സോ ലൂപ്പ് നമുക്ക് വൈൽ വെച്ചിട്ടും ചെയ്യാം, ഫോർ വെച്ചിട്ടും ചെയ്യാം. ഈ കൺസ്ട്രക്റ്റ്, ലൂപ്പ് എന്ന് പറയുന്ന കൺസ്ട്രക്റ്റ് ഇവർ 2 പേരും വെച്ച് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് റിപ്പീറ്റീവ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അത് ഇൻഫിനിറ്റ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അവസാനം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനൊരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഏതൊരു കാര്യമാണെങ്കിലും നമ്മളവിടെ എന്തെങ്കിലുമാണ് ചെയ്യുക? പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിവിടെയുള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 തൊട്ട് 9 വരെയുള്ള നമ്പറിനെ പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇത് ഇവിടെ ഇരുന്നോട്ടെ, ഇതാണ് ഇതിന്റെ അൽഗോരിതം. ബട്ട് സ്റ്റിൽ നമ്മൾ പറയാണ് 0 തൊട്ട് 9 വരെയുള്ള നമ്പറിനെ പ്രിന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലൂപ്പ് പഠിക്കാത്ത ഒരാളാണെങ്കിൽ അതെങ്ങനെയായിരിക്കും ചെയ്യുക? ഒബ്വിയസ്ലി അയാൾ അൽഗോരിതം എഴുതുമ്പോൾ പറഞ്ഞ പോലെ സ്റ്റാർട്ട് എന്ന് എഴുതും. അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഇൻപുട്ട് യൂസറിൻ്റെ നിന്ന് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 തൊട്ട് 0 തൊട്ട് 9 വരെ പ്രിന്റ് ചെയ്താൽ മതി. പ്രിന്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രിന്റ് അഥവാ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഡിസ്പ്ലേ
1, display 2, display 3. ഇതിങ്ങനെ പോയി ഡിസ്പ്ലേ 9. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്യൂഡോ കോഡ് എൻഡ് ചെയ്യും ഓർ സ്റ്റോപ്പ്. സ്യൂഡോ കോഡ് അല്ല, അൽഗോരിതം. അപ്പോൾ 0 തൊട്ട് 9 വരെ പ്രിന്റ് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഇപ്പൊ ലൂപ്പ് അറിയാത്ത ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി അയാൾ ഇങ്ങനെ എഴുതുള്ളൂ. കാരണം ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിസ്പ്ലേ എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ കൺസോളിനകത്തോട്ട് ഒരു കാര്യം കാണിക്കുക. ഡിസ്പ്ലേ ഓർ യു ക്യാൻ കോൾ ഇറ്റ് പ്രിന്റ് 1 ഓർ ഡിസ്പ്ലേ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് കോഡ് എഴുതുമ്പോൾ നമ്മൾ പ്രിന്റ്, ഇപ്പോൾ ഇതിന്റെ പൈത്തൺ കോഡ് ഇപ്പോൾ വരെ എങ്ങനെയായിരിക്കും? പ്രിന്റ് 1, പ്രിന്റ് 2, ഇതായിരിക്കും ഇതിന്റെ കറസ്പോണ്ടിങ് പൈത്തൺ കോഡ് വരാം. അതായത് പറഞ്ഞു വന്നത്, ലൂപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 0 തൊട്ട് 9 വരെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അവർ 0 തൊട്ട് 9 വരെ പ്രിന്റ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പ്രിന്റ് ചെയ്യണം. ഇപ്പോൾ ഇത് 9 ആയതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് എഴുതാൻ പറ്റി. ഇപ്പോൾ 50,000 ആണെന്ന് നോക്കി എഴുതാൻ പറ്റും? ഇല്ല. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാമാറ്റിക്കലി ലൂപ്പ് എന്ന് പറയുന്ന ആളുകളുടെ ഉപകാരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. 2 തരത്തിലുള്ള ലൂപ്പാണ്, ഫോർ ലൂപ്പും വൈൽ ലൂപ്പും. സോ ഇനി നമുക്ക് തുടങ്ങാം. ഇത് നമ്മുടെ അൽഗോരിതമാണ്. അൽഗോരിതത്തിന് ഞാൻ അൽഗോ എന്ന് പറയുന്ന ഷോർട്ട് ഫോമിൽ വിളിക്കുകയാണ്. അൽഗോരിതം സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് എന്ന് പറയുന്ന കീവേഡാണ്. അത് നോർമലി കൺവെൻഷനലി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സെറ്റ് കൗണ്ടർ എന്നിട്ടിട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സെറ്റ് കൗണ്ടർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ കൗണ്ടർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, ഓർ സെറ്റിന് പകരം ഇനീഷ്യലൈസ് കൗണ്ടർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്താ? 0 തൊട്ട് 9 വരെ പ്രിന്റ് ചെയ്യണം. എങ്ങനെ? ലൂപ്പ് വെച്ചിട്ട്. ഇത് നമുക്ക് ചെയ്യാൻ അറിയാം, ഇത് വേണ്ട. ഇത് ലൂപ്പ് വെച്ചിട്ട് ചെയ്യണം. ഓക്കെ, 0 to 9 വിത്ത് ലൂപ്പ്. അതിന് നമ്മൾ എന്ത് ചെയ്തു? എല്ലാ പോലെ തന്നെ അൽഗോരിതം സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ട്, അതായത് എന്താണ് ഒരു വാരിയബിൾ എന്ന് പറയുന്നത് പ്ലേസ് ഹോൾഡർ ആണ്. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള വാരിയബിൾ ആണ് കൗണ്ടർ. എന്നിട്ട് നമ്മൾ പറയാണ് ആ കൗണ്ടറിൽ 0 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ അസൈൻ ചെയ്യാണ്. കൗണ്ടറിൽ 0 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ അസൈൻ ചെയ്യാണ്. ഓക്കെ, അതായത് ഇപ്പോൾ കൗണ്ടർ എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്ത് എന്താണ് ഉണ്ടാവുക? 0. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? 0 തൊട്ട് 9 വരെ പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കൗണ്ടറിൽ എന്താ ഉള്ളത്? 0. ഇനി 2 തരത്തിലുള്ള ലൂപ്പ് ഉള്ളതെന്ന് പറഞ്ഞു. വൈൽ ലൂപ്പും ഉണ്ട്, ഫോർ ലൂപ്പും ഉണ്ട്. സോ നമ്മൾ പറയാണ് വൈൽ കൗണ്ടർ ലെസ് ദാൻ 10 ഡു. അതായത് വൈൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ കണ്ടീഷനാണ്. ഡു എന്ത്? ഡു ദ ഫോളോയിങ്, ഈ കാര്യങ്ങൾ. പ്രിന്റ് ദ വാല്യൂ ഓഫ് കൗണ്ടർ. അപ്പോൾ എന്ത് സംഭവിച്ചു? 0 പ്രിന്റ് ചെയ്തു. ഇൻക്രിമെന്റ് കൗണ്ടർ ബൈ 1. അത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടർ ഈക്വൽ ടു കൗണ്ടർ പ്ലസ് 1. ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. ഈ സംഭവം കൊണ്ട് ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. ഇൻക്രിമെന്റ് ബൈ 1, ഇൻക്രിമെന്റ് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? ഇതാണ് ഉദ്ദേശിക്കണേ. ഓക്കെ, സോ നമ്മുടെ അൽഗോരിതം സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടൊരു വാരിയബിൾ വേണം. ആ വാരിയബിൾ എന്ന് പറയുന്നത് ഒരു പ്ലേസ് ഹോൾഡർ ആണ്. അതിനകത്ത് ഡാറ്റ ഉണ്ടായിരിക്കും. ഇവിടെ ഡാറ്റ എന്ന് പറയുന്നത് ഇവിടത്തെ പോലെ ഒരു ഫിക്സഡ്. ഇപ്പോൾ സെറ്റ് എ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എ ഓർ സിംപ്ലി എ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എ എന്ന് പറയുന്ന വാരിയബിളിനകത്തോട്ട് 5 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്യാണ് യൂസിങ് ആൻ അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഓക്കെ, ഓർ നമുക്ക് വേറെ പറയാം ഹാർഡ് കോഡ് ചെയ്യാണ്. ഓക്കെ, ഇത് ഹാർഡ് കോഡ് ചെയ്ത് വെക്കുകയാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞ വാരിയബിള് ഹാർഡ് കോഡ് ചെയ്യല്ല, ആ വാരിയബിള് കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വാരിയബിൾ എന്ന് പറഞ്ഞാൽ ആ പേരിലുണ്ട് വാരി ചെയ്യുന്ന ആളാണ്. ഇപ്പൊ എ ഈക്വൽ ടു 5 പ്രിന്റ് എ എന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും? 5 പ്രിന്റ് ചെയ്യും. കൺസോളിൽ കാണിക്കും, കൺസോൾ ഡിസ്പ്ലേയിൽ കാണിക്കും. തൊട്ട് താഴെ എ ഈക്വൽ ടു 10 പ്രിന്റ് എ എന്ന് കൊടുത്താൽ എന്ത് കാണിക്കും? 5 കാണിക്കുമോ? ഇല്ല, 10 കാണിക്കും. അപ്പൊ അതിനർത്ഥം എന്താ? ആ മെമ്മറിയിൽ, കമ്പ്യൂട്ടർ മെമ്മറിയിൽ വീണ്ടും 10 കയറിയിരുന്നു, 5 ഒഴിവായി. അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കണേ. കൗണ്ടർ എന്ന് പറയുന്നത്
നമ്മൾ ഓരോ വട്ടം ഇൻക്രിമെന്റ് ചെയ്യാണ്. തുടങ്ങിയത് ഏതിലാണ്? 0-ലാണ്. 0-ൽ തുടങ്ങി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കൗണ്ടർ, ഇതാണ് കണ്ടീഷൻ. കൗണ്ടർ ലെസ് ദാൻ 10 ആണോ നോക്കി. നമുക്ക് 0 തൊട്ട് 9 വരെ പ്രിന്റ് ചെയ്യണം. ലെസ് ദാൻ ഇതാണോ കൗണ്ടറിന്റെ വാല്യൂ? ഇപ്പൊ എന്താ? കൗണ്ടർ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് 0-നെയാണ്. 0, അതെ. അങ്ങനെയാണെങ്കിൽ പ്രിന്റ് ചെയ്തോളൂ. പ്രിന്റ് ചെയ്തു. എന്നിട്ട് 1 കൂട്ടണം. ഓക്കെ, 1 കൂട്ടി. ഇപ്പോൾ നമ്മുടെ കൗണ്ടറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? ഇത് പ്രിന്റ് ചെയ്തു കേട്ടോ. ഇത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 1 കൂട്ടി. അപ്പോൾ കൗണ്ടർ ഈക്വൽ ടു കൗണ്ടർ പ്ലസ് 1. കൗണ്ടർ 0 ആണ്. 0 പ്ലസ് 1 1. കൗണ്ടർ ഈക്വൽ ടു 1. വീണ്ടും ഇവിടെ എത്തി. വീണ്ടും ഇവിടെ എത്തി കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ എത്തി. അതായത് ലൂപ്പ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കണ്ടിന്യൂസ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോ? ഈ കണ്ടീഷൻ ബ്രേക്ക് ആവുന്നത് വരെ. അപ്പോൾ ഇവിടെ എത്തി, 1 എത്തി. 1 ലെസ് ദാൻ 10 ആണോ? അതെ, 1 ലെസ് ദാൻ 10 ആണ്. 1 ലെസ് ദാൻ 10 ആകുമ്പോൾ എന്ത് സംഭവിക്കും? പ്രിന്റ് ദ വാല്യൂ ഓഫ് കൗണ്ടർ. അപ്പൊ ഇതുണ്ടോ പ്രിന്റ് ചെയ്യുന്ന സംഭവങ്ങൾ? 1 പ്രിന്റ് ചെയ്തു, വീണ്ടും താഴേക്ക് വന്നു, 1 ഇൻക്രിമെന്റ് ചെയ്തു. ഇപ്പൊ കൗണ്ടർ 2 ആണ്. മോളെ പോയി 2 ലെസ് ദാൻ 10 ആണോ? അതെ. വീണ്ടും ഇവിടേക്ക് എത്തി, ഇൻസ്ട്രക്ഷനിലോട്ട് എത്തി, ഈ റൂളിലോട്ട് എത്തി, 2 പ്രിന്റ് ചെയ്തു. അങ്ങനെ പോയി 8 എത്തി. ഇപ്പൊ 8 എത്തി. 8 ലെസ് ദാൻ 10 ആണോ? അതെ. ഇപ്പൊ 8 പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞ് താഴത്തേക്ക് വന്നു, 8 പ്രിന്റ് ചെയ്തു കേട്ടോ. 8 പ്രിന്റ് ചെയ്തു, അതായത് 8 പ്രിന്റ് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് 1 കൂട്ടി. 8 ഈക്വൽ ഇതെന്ന് പറയുന്നത് 8 പ്ലസ് 1 ഈക്വൽ ടു കൗണ്ടർ, ദാറ്റ് ഈസ് 9 ആയി. ഇപ്പൊ കൗണ്ടർ 9 ലെസ് ദാൻ 10 ആണോ? അതെ. പ്രിന്റ് ദ വാല്യൂ ഓഫ് കൗണ്ടർ 9. 1 കൂട്ടി, ഇപ്പൊ 10 ആയിട്ടാ. അത് കഴിഞ്ഞു 10 ലെസ് ദാൻ 10 ആണോ? അല്ല. അപ്പൊ എന്ത് ബ്രേക്കായി? ഈ കണ്ടീഷൻ ബ്രേക്കായി. എന്ത് സംഭവിക്കും? പിന്നെ ഈ ലൂപ്പ് വർക്ക് ചെയ്യില്ല. എന്ത് സംഭവിച്ചു? ഈ ലൂപ്പിൽ നിന്ന് ബ്രേക്കായി. സോ ബ്രേക്ക് ആവുമ്പോൾ എന്ത് സംഭവിച്ചു? ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ആവുന്ന സെൻസ് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ലൂപ്പ് വർക്ക് ചെയ്യുക. അല്ലാത്ത ലൂപ്പുകൾ എന്ത് പറയും? ഇൻഫൈനൈറ്റ് ലൂപ്പ് എന്ന് പറയും. ഒരു കണ്ടീഷനും ഇല്ലാണ്ട് ഇങ്ങനെ വായി തോന്നിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ കണ്ടീഷൻ ചുമ്മാ വൈൽ കൗണ്ടർ ലെസ് ദാൻ പകരം ഗ്രേറ്റർ ദാൻ ആക്കി. ഓക്കെ, ഇനി നമ്മൾ നോക്കിയേ, സെറ്റ് കൗണ്ടർ ഈക്വൽ ടു 0. സെറ്റ് ഒക്കെ വിട്ടോ, കൗണ്ടർ 0 ഇനീഷ്യലൈസ് ചെയ്തു, 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. കൗണ്ടർ എന്ന് പറയുന്ന വാരിയബിൾ, ആ വാരിയബിൾ എന്ന് പറയുന്നത് പ്ലേസ് ഹോൾഡർ ആണ്. അതിനകത്ത് 0 കയറ്റി. 0 ഗ്രേറ്റർ ദാൻ 10 ആണോ? അല്ല. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ കണ്ടീഷൻ ബ്രേക്കായി. കണ്ടീഷൻ വർക്ക് സക്സസ്ഫുൾ ആയാൽ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. വൈൽ കണ്ടീഷൻ സക്സസ് ആണെങ്കിൽ ഡു താഴെയുള്ളത്, അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട, പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇതാണ് എന്ത് പറയണത്? ലൂപ്പ് എന്ന് പറയണത്. ഇനിയിപ്പോ ഒരു ഇൻഫൈനൈറ്റ് ആയിട്ട് ഇതിനെ ഇപ്പൊ ഈ സംഭവത്തിന് നമുക്ക് വേറൊരു രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇപ്പൊ കൗണ്ടർ ലെസ് ദാൻ 10 അല്ലേ? കൗണ്ടർ ഈക്വൽ ടു വൈൽ കൗണ്ടർ ഈക്വൽ ടു -10. -10. ഓക്കെ, ഇനി ഒന്ന് ചിന്തിച്ചു നോക്കിയൊക്കെ. നോട്ട് ഈക്വൽ ടു നോട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാന്ന് കണ്ടിരുന്നു. നോട്ട് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, നോട്ട് ഈക്വൽ ടു. സോ വൈൽ കൗണ്ടർ നോട്ട്, ഇപ്പൊ ഞാൻ കണ്ടീഷൻ തിരുത്താണ്. വൈൽ കൗണ്ടർ നോട്ട് സിമ്പിൾ ആണ്, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു 10 അല്ല, -10. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇതാണ് നമ്മുടെ ലൂപ്പ്. 2 ലൂപ്പുണ്ട്, ഫോർ ഓർ വൈൽ. ദിസ് ഇസ് ദ കൗണ്ടർ. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഈ പറയുന്നതാണ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ഇതിനകത്തോട്ട് കയറും. ഓക്കെ, ഫസ്റ്റ് തന്നെ വൈൽ കൗണ്ടർ നോട്ട് ഈക്വൽ ടു -10. കൗണ്ടറിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് എന്ത് വെച്ചിട്ടുണ്ട്? കൗണ്ടർ ഓൾറെഡി ഓർ കൗണ്ടർ ഈക്വൽ ടു 0 നോട്ട് ഈക്വൽ ടു -10 ആണ്. അതെ, എന്ത് ചെയ്തു? 0 പ്രിന്റ് ചെയ്തു. ഇതാണ്ടാ ഞാൻ ഔട്ട്പുട്ട് എഴുതണ്ട. അവിടെ 0 പ്രിന്റ് ചെയ്തു, 0ന്റെ കൂടെ 1 കൂട്ടി, 1 നോട്ട് ഈക്വൽ ടു -10 ആണ്. 1 2 ഇത് കഴിഞ്ഞിട്ട് 100 എത്തിയിട്ടാണ്. 100 എത്തി, 100 പ്രിന്റ് ചെയ്തു. 100 നോട്ട് ഈക്വൽ ടു -10 ആണ്. അത് കഴിഞ്ഞു പിന്നെ 1000 എത്തി. പ്രിന്റ് ഇപ്പോൾ ഇവിടെ നമ്മൾ 1000 പ്രിന്റ് ചെയ്തു. 1000 + 1
അത് നോട്ട് ഈക്വൽ ടു -10 ആണ്. സോ വീണ്ടും അത് പ്രിന്റ് ചെയ്തു 1001. ഇത് എവിടം വരെ പോവും? ഇത് പോയി 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 ഇൻഫിനിറ്റി വരെ പോകും. ഈ കണ്ടീഷൻ എപ്പോഴാണ് അവസാനിക്കുക? ഈ കണ്ടീഷൻ ഒരിക്കലും അവസാനിക്കില്ല. ഇത് അവസാനിക്കും, ഇത് നടക്കും ഇഫ് ആൻഡ് ഓൺലി ഇഫ് കൗണ്ടർ ഇൻക്രിമെന്റ് ദ കൗണ്ടറിന് പകരം എന്ത് ചെയ്യുക? ഡിക്രിമെന്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് കൗണ്ടർ ഈക്വൽ ടു കൗണ്ടർ -1. ഓക്കെ, ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. സോ ഇതാണ് എന്ത് പറയണേ, ഒരു ലൂപ്പ് എന്ന് പറയണേ. ഒരു ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം സത്യം പറഞ്ഞ ഒരു കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഒരു സംഭവത്തിന് നമ്മൾ എളുപ്പമാക്കി. എന്താണ് ആ സംഭവം? ഇതാണ് സംഭവം. ഇപ്പൊ 10 വട്ടം പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 10 വട്ടം ലൂപ്പ് അറിയാത്ത ആൾ പ്രിന്റ് ചെയ്യും. പക്ഷെ ലൂപ്പ് അറിയുന്ന ആൾ എന്ത് ചെയ്യും? ഒരു ലൂപ്പ് അങ്ങ് ഇട്ട് കൊടുക്കും. എന്നിട്ട് എവിടെ നിന്ന് പ്രിന്റ് ചെയ്യണം, ഇപ്പൊ കൗണ്ടർ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അതാണ് ഈ പോയിന്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതിപ്പോ കൗണ്ടർ എന്ന് പറയുന്നത് 0-ന് പകരം ഈ കണ്ടീഷനൊക്കെ വിട്ടോ. റബ്ബർ എടുത്ത് നോക്കുന്നു. ഇതിന് പകരം ഇപ്പൊ നിങ്ങളിപ്പോ 10 ഇനി ഒന്ന് നോക്കി നോക്കിയാൽ അപ്പൊ ഇവിടെ മൈനസ് അല്ല പ്ലസ് ആണ് കേട്ടോ. ഞാൻ മൈനസ് വായിക്കാനില്ല, പ്ലസ് എന്നാക്കി. കൗണ്ടർ 10 വൈൽ കൗണ്ടർ <10 ആണോ? അല്ല, കൗണ്ടർ ഈക്വൽ ടു 10 ആണ്. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവും? ഇല്ല. ഡു ഇത് ചെയ്യാനാണ്. ഇത് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ ഡു എന്ന് പറഞ്ഞിരിക്കണേ. സാറ്റിസ്ഫൈഡ് ഒന്നും ചെയ്യണ്ട. ഓക്കെ, കൗണ്ടർ എന്ന് പറയുന്നത് തിരിച്ചു. കൗണ്ടർ എന്ന് പറയുന്നത് 9. കൗണ്ടർ നമ്മൾ സെറ്റ് ചെയ്ത് ഇനീഷ്യലൈസ് ചെയ്ത് 9 വെച്ചിട്ടാണ്. ഓക്കെ, കൗണ്ടർ 9 ആണ്. 9 കൗണ്ടർ എന്ന് പറയുന്നത് 9. സോറി, നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് 9 ആയിട്ടാണ്. 9 ലെസ് ദാൻ 10 ആണോ? ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. ഔട്ട്പുട്ട് 9 ലെസ് ദാൻ 10 ആണോ? അതെ, 9 ലെസ് ദാൻ 10 ആണ്. പ്രിന്റ് ചെയ്തു, 9 പ്രിന്റ് ചെയ്തു. ഇൻക്രിമെന്റ് ചെയ്തു, 9 ഈക്വൽ ടു 9 പ്ലസ് 1. സോ സോറി, കൗണ്ടർ ഈക്വൽ ടു കൗണ്ടർ പ്ലസ് 1. കൗണ്ടർ 9 ആണ്, 9 പ്ലസ് 1. അപ്പൊ കൗണ്ടറിന്റെ പുതിയ വാല്യൂ 10 ലെസ് ദാൻ 10 ആണ്. അല്ല, ബ്രേക്ക് ആയി. അപ്പൊ ഇവിടെ എന്ത് മാത്രമേ പ്രിന്റ് ആവുള്ളൂ? 9 മാത്രമേ പ്രിന്റ് ആവുള്ളൂ. സോ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇനി ഇതേ സംഭവം 4 വെച്ചിട്ട് ചെയ്യാൻ പറ്റും. 4 ലൂപ്പ് വെച്ചിട്ട്, ഇവിടെ ഞാൻ വൈൽ ലൂപ്പ് പറഞ്ഞു. ഇനി ഇതേ സംഭവം 4 വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സോ ഇനി നമുക്ക് അടുത്തത് 4 വെച്ചിട്ട് എങ്ങനെയാണ് ഇതേ പരിപാടി ചെയ്യാൻ നോക്കാം. ഇനി അടുത്ത ലൂപ്പ് എന്ന് പറയുന്ന കൺസ്ട്രക്റ്റിനകത്ത് രണ്ടാമത്തെ ആളാണ് ഫോർ ലൂപ്പ്. 4 എന്ന് പറയുന്നത് വൈൽ ചെയ്ത അതേ പർപ്പസ് തന്നെയാണ് ചെയ്യണത്. ബട്ട് ഒരേ ഒരു ചേഞ്ചേ ഉള്ളൂ സിൻടാക്സിൽ. വൈൽ എന്ത് ചെയ്തു? ഒരു കൗണ്ടർ എന്ന് പറയുന്ന വാരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. കൗണ്ടർ എന്ന് പറയുന്നത് എന്താ ഡിക്ലെയർ ചെയ്തു? 0 ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വൈൽ ഞാൻ കുറച്ച് എഴുതണുള്ളൂ. വൈൽ ആ കൗണ്ടർ എന്ന് പറയുന്നത് ഒരു കണ്ടീഷനിൽ എഴുതി, കൗണ്ടർ ലെസ് ദാൻ 10. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതി? കൗണ്ടർ പ്രിന്റ് ചെയ്തു. പ്രിന്റ് കൗണ്ടർ. അത് കഴിഞ്ഞിട്ട് കൗണ്ടർ പ്ലസ് പ്ലസ് എന്ന് എഴുതാണ് ഞാൻ. കൗണ്ടർ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഹാൻഡ് ആണ്. അതായത് കൗണ്ടർ ഈക്വൽ ടു കൗണ്ടർ പ്ലസ് 1നെ നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് കൗണ്ടർ പ്ലസ് പ്ലസ് എന്നിട്ടാൽ മതി. സോ ഇനി ഞാൻ അങ്ങനെ ഇടുള്ളൂ, കൗണ്ടർ പ്ലസ് പ്ലസ് എന്ന്. ഓക്കെ, ഇതിന്റെ ഷോർട്ട് ഹാൻഡ് ആണിത്. ഈ കാണുന്ന ആളുടെ ഷോർട്ട് ഹാൻഡ് ആണ് ഈ കാണുന്നത്. അപ്പൊ എന്ത് സംഭവിച്ചു? 0 ആയി. അത് ചെക്ക് ചെയ്തു, കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇൻക്രിമെന്റ് ചെയ്തു, വീണ്ടും 1 ആയി, അത് സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ 10 വട്ടം പ്രിന്റ് ചെയ്തു. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കൗണ്ടർ എന്ന് പറയുന്ന വാരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ആ കൗണ്ടർ എന്ന് പറയുന്ന വാരിയബിൾ നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ കൗണ്ടർ എന്ന് പറയുന്ന വാരിയബിൾ നമ്മൾ സെറ്റ് ചെയ്തു. എന്ന് പറയുന്നത് എന്തായിട്ട് സെറ്റ് ചെയ്ത് 0 ആയിട്ട് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? കൗണ്ടർ എന്ന് പറയുന്ന വാരിയബിളിനെ ഒന്ന് ലൂപ്പ് ചെയ്യിക്കുകയാണ്. എവിടെ നിന്ന് ലൂപ്പ് ചെയ്യിക്കുകയാണ്? ഫ്രം 0 to 9. അപ്പൊ കൗണ്ടർ എന്ന് പറയുന്നത് 0 തൊട്ട് 9 വരെ ലൂപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു സംശയം ചോദിക്കാം, അല്ല സാറേ നേരത്തെ ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തിരുന്നു, എന്നിട്ട് 0 ആയിട്ട് സെറ്റ് ചെയ്തു, നമുക്ക് 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് സാർ അത് ഒരു വൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷൻ കിട്ടുമല്ലോ. അതായത് ഇതാണ് അസൈൻമെന്റ് നമ്മൾ നടത്തി, ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ എവിടെയാ കണ്ടീഷൻ? ശരിക്കും പറഞ്ഞാൽ ഇവിടെ കണ്ടീഷൻ
ഉണ്ട്, ഇതാണ് കണ്ടീഷൻ. പക്ഷെ അത് കുറച്ചുകൂടി ക്ലാരിറ്റി വരണമെങ്കിൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത് പഠിക്കുമ്പോൾ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ഇവിടെ മനസ്സിലാക്കി വയ്ക്കുക, ലൂപ്പ് കൗണ്ടർ എന്ന് പറയുന്ന വാരിയബിൾ ആണ്. അതിനെ ലൂപ്പ് ചെയ്യണം എവിടെ തൊട്ട് അവിടെ വരെ, 0 തൊട്ട് 9 വരെ. അതായത് 0 തൊട്ട് 9 വരെ. ഇപ്പോൾ ലെസ് ദാൻ ആണെങ്കിൽ 8 വട്ടം ലൂപ്പ് ചെയ്യണം. ഓക്കെ, അത് ലൂപ്പ് ചെയ്യണം. ആ ലൂപ്പ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതാം. ഇവിടെ എന്താണ് ആവശ്യമുള്ള കാര്യം? ഇവിടെ എന്ന് പറയുന്നത് ആ വാല്യൂ പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ അതായത് എന്ത് വാല്യൂ, കൗണ്ടറിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഒരു സംശയം വരാം, ഇതിൽ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ഞാൻ ഇതിന്റെ അതായത് ഒരു ഫോർ ലൂപ്പ് എങ്ങനെയാണ് നമ്മൾ സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതാനെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഫോർ എന്ന് പറയുന്ന കീവേഡ് എഴുതും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വാരിയബിൾ ഡിക്ലെയർ ചെയ്യും. അതായത് I equal to 0, I less than 10, I plus plus. ഇത് കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവായിരിക്കാം, ബട്ട് സ്റ്റിൽ ഇതെന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. I equal to 0, അതാണ് ഈ കാണുന്നത്. ഈ കാണുന്ന സംഭവമാണ് ഈ കാണുന്നത്. ഓക്കെ, വാരിയബിള് 0 ആയിട്ട് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇതെന്ന് പറയുന്നതാണ് കണ്ടീഷൻ. അതായത് ഈ കാണുന്ന ലൂപ്പിന്റെ, ഇതിപ്പോൾ അൽഗോരിതം ആണ് എഴുതി വെച്ചിരിക്കണേ, കോളിംഗ് ഇറ്റ് ആസ് ആൽഗോ. അതിന്റെ കറസ്പോണ്ടിങ് കണ്ടീഷൻ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കണ്ടീഷൻ ആണത്, ലെസ് ദാൻ 10, I plus plus. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന ആദ്യം ഇതിനകത്ത് ഈ കാണുന്ന ഈ ഒരു സ്പേസിനകത്ത്, അതായത് ഈ സ്റ്റാർട്ടിങ് ഇത് തൊട്ട് ഓപ്പൺ ബ്രേസ് തൊട്ട് ക്ലോസ് ബ്രേസ് വരെയുള്ളതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിൽ എഴുതാം. വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാനോ അതോ റീഡ് ചെയ്യാനോ അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യം എന്ത് വേണമെങ്കിൽ നമ്മൾ അതിനകത്ത് നമുക്ക് അത് എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്കൊരു സംഭവത്തിനെ ഒരുപാട് വട്ടം റിപ്പീറ്റീവ് ആയിട്ട് ചെയ്യുന്നതിനാണ് എന്താ പറയണേ, ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കൺസ്ട്രക്റ്റ് ആണ് ലൂപ്പ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഇതിപ്പോ ഞാൻ കാണിച്ചു തന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി കോഡാണ്. ഇപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ പ്രിന്റ് കൗണ്ടർ, അപ്പോൾ സിക്കകത്ത് എന്ന് പറയുമ്പോൾ പ്രിന്റ് എഫ് %t, കൗണ്ടർ. ഇതൊന്നും മനസ്സിലായെന്ന് കൊള്ളുന്നില്ല, ബട്ട് സ്റ്റിൽ ഇതാണ് ഇതിന്റെ കറസ്പോണ്ടിങ് സി സിൻടാക്സ് ഇൻറ്റ്. അപ്പൊ അതായത് ഫോർ ലൂപ്പിനകത്ത് കണ്ടീഷൻ കണ്ടിട്ട് ഇതിൽ കണ്ടീഷൻ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ കണ്ടീഷൻ ഉണ്ട്. നമ്മളത് കുറച്ചുകൂടി ക്ലാരിറ്റി ആവണമെങ്കിൽ എപ്പോഴാണ് നമ്മൾ ആ കോഡ് എഴുതി പഠിക്കുമ്പോൾ ക്ലാരിറ്റി ആവും. അപ്പൊ നമ്മൾ 0 തൊട്ട് 9 വരെ പ്രിന്റ് ചെയ്തു, ദെൻ ഫൈനലി നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു, എല്ലാ അൽഗോരിതം പോലെ തന്നെ. സോ നമ്മൾ ഇതിന്റെ അൽഗോരിതം കണ്ടു. ഇനി നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് സ്യൂഡോ കോഡ് ഒന്ന് നോക്കാം. ഓക്കെ, ഇതിന്റെ സ്യൂഡോ കോഡ് നോക്കുമ്പോൾ സ്യൂഡോ കോഡ് നമ്മൾ എന്താ യൂസ് ചെയ്യാറ്, ക്യാപ്സ് ആണ് യൂസ് ചെയ്യാറ്. അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സ്റ്റാർട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ ഫോർ ലൂപ്പിന്റെ എക്സാമ്പിൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ഓക്കെ, ഞാനത് മാച്ചു. സ്റ്റിൽ അതെന്ന് പറയുന്നത് 4, I equal to 0, I less than 10, I plus plus. I plus plus എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതൊക്കെ ആ ഷോർട്ട് ഹാൻഡ്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഫോർ ലൂപ്പിനെ അനുമാനിക്കാനാണ് ഈ 4 എന്ന് പറഞ്ഞിട്ട് ക്യാപ്സിൽ, അതിപ്പോൾ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ക്യാപ്സ്. ആ 4 എന്ന് പറയുന്ന ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആ ലൂപ്പിനകത്ത് ആരാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വാരിയബിൾ ആണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എന്താ പറയണേ, അതിന്റെ വാരിയബിൾ. ഓക്കെ, ഫ്രം 0 to 9. ഓക്കെ, 0 to 9 വരെ ഈ വാരിയബിളിനകത്ത് വാല്യൂ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് 0 to 9 വരെ എന്ത് ചെയ്യണം, ഡു പ്രിന്റ് ചെയ്യണം. നമ്മളവിടെ കണ്ടീഷൻ കൊടുക്കും. നമ്മുടെ അവിടുത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യാനാണ് ലൂപ്പിനോട്. അപ്പൊ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 10 വട്ടം, അതായത് ഇത് ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഒരു വട്ടം ലൂപ്പ് ചെയ്യാനായിട്ട് ഇത്ര സമയം വേണം. അത്രയും സമയം കഴിഞ്ഞാൽ തന്നെ എക്സിറ്റ് ആവും. ഓക്കെ, അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനകത്ത് ചെയ്യാം. അത് കഴിഞ്ഞാൽ 4 സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, 4 എൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, എൻഡ് 4 എന്ന് പറഞ്ഞിട്ടാണ് എൻഡ് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ സ്യൂഡോ കോഡ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, സ്റ്റോപ്പ് എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. സോ ഈ ആദ്യം തന്നെ അൽഗോരിതം, ദെൻ സ്യൂഡോ കോഡ്, ദെൻ അതിന്റെ കറസ്പോണ്ടിങ് കോഡ്. ഓക്കെ, ഫോർ ലൂപ്പും വൈൽ ലൂപ്പിംഗ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കോഡ് എഴുതുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ വൈൽ ലൂപ്പ് നമ്മൾ നേരത്തെ കണ്ടു. ഓക്കെ, വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്, വൈൽ എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു, എൻഡ് വൈൽ എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ട് എൻഡ് ചെയ്തു. ഇനി നമ്മൾ വൈൽ ലൂപ്പിനകത്ത് കണ്ടീഷൻ എഴുതി, ദെൻ ഡു, മറ്റേനകത്തൊന്ന് ഡു ഉണ്ട്. ഓക്കെ, ഡു
എന്ത് അത് പ്രിന്റ് ചെയ്യണം, എന്നിട്ട് അത് ഇൻക്രിമെന്റ് ചെയ്യണം. ഇവിടെ എന്ന് പറയുമ്പോൾ ഇൻക്രിമെന്റ് ചെയ്യാനായിട്ടുണ്ട് ആവശ്യമില്ല. കാരണം എന്താ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഫോർ ലൂപ്പിന്റെ ഒറിജിനൽ. ഇതിനകത്താണ് ഓൾറെഡി നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യണം. ഇത് തന്നെ സ്യൂഡോ കോഡിൽ എഴുതാൻ പറ്റില്ല. കാരണം സ്യൂഡോ കോഡ് എന്ന് പറയുന്നത് ഒറിജിനൽ കോഡിന്റെ റിസംബ്ലൻസ് മാത്രമാണ്. സോ അത് ഇങ്ങനെയാണ് ഒരു ഫോർ ലൂപ്പ് എഴുതുക. ഓക്കെ, നമ്മുടെ വാരിയബിള് അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണു, എവിടെ നിന്ന് എൻഡ് ചെയ്യണു. ഓക്കെ, അപ്പൊ ഇത് തുടങ്ങി ഇവിടെ നിന്ന് സ്റ്റാർട്ട്. അപ്പൊ എന്ത് ചെയ്യും, ഫസ്റ്റ് കൗണ്ടർ എന്ന് പറയുന്നത് 0 ആവും. എന്നിട്ട് എന്ത് ചെയ്യും, കൗണ്ടർ എന്ന് പറയുന്നത് ഇതിന്റെ വർക്കിംഗ് ഔട്ട്പുട്ട് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് കൗണ്ടറിന്റെ വാല്യൂ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തു, കൗണ്ടറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, 0 ആയി, ഇവിടെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കൗണ്ടർ പ്രിന്റ് ചെയ്യും, കൗണ്ടർ എന്ന് പറയുന്നത് 0. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്തി, വീണ്ടും കൗണ്ടറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആവും. ഓക്കെ, നേരത്തെ നമ്മളിവിടെ കൗണ്ടർ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് കണ്ടിരുന്നു നേരത്തെ. ഇവിടെ അത് എവിടെ സംഭവിക്കുന്നത്, ഇതിനകത്താണ് സംഭവിക്കുന്നത്, ഫോർ ലൂപ്പിനകത്ത്. അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. കണ്ടീഷനൊക്കെ ഫോർ ലൂപ്പിനകത്താണ്, അത് നമ്മൾ എഴുതും. ഇവിടെ ഇതിനകത്ത് എഴുതിയിട്ടില്ല എന്നുള്ളൂ. സോ സ്റ്റിൽ 0 to 9 ഉദ്ദേശിക്കുന്നത് 0 തൊട്ട് 9 വരെ പോവാണ്. അപ്പൊ ഇൻക്രിമെന്റും കണ്ടീഷനും ഒക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് അല്ലെ. 0 തൊട്ട് 9 വരെ പോകണമെങ്കിൽ വെറുതെ 0 തൊട്ട് 0 വരെ ആണെങ്കിൽ ഇൻക്രിമെന്റ് ഇല്ല, 0 തൊട്ട് 9 വരെ ആണെങ്കിൽ എന്തുണ്ട്, ഇൻക്രിമെന്റ് ഉണ്ട്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, 9 കിടക്കാൻ പാടില്ല. ഓക്കെ, സോ ഫസ്റ്റ് 0 ആണ്, പിന്നെ വീണ്ടും വന്നു. കൗണ്ടർ എന്ന് പറയുന്നത് വീണ്ടും ഇൻക്രിമെന്റ് ഉള്ളിൽ ഇൻക്രിമെന്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ, 1 ആയി. അപ്പൊ അവസാനം 8 ആയി. 8 എന്ന് പറയുന്നത് കണ്ടീഷൻ ചെക്ക് ചെയ്തു, 9 കടന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആണ്, 8 പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 9 പ്രിന്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് 9 പ്രിന്റ് ചെയ്തു. പിന്നെ 10 ആയി, പിന്നെ ഇൻക്രിമെന്റ് ആയി 10 ആയി. പക്ഷെ 10 എന്ന് പറയുന്നത് ഈ കണ്ടീഷൻ തെറ്റിച്ചു. സോ ഇവിടെ എന്താ, ഈ ലൂപ്പ് എന്ന് പറയുന്നത് എന്തായി, ബ്രേക്ക് ആയി. അതായത് നേരെ ലൂപ്പ് ഇങ്ങോട്ട് വന്നു, സ്റ്റോപ്പ് ചെയ്തു. സോ ഇതാണ് ഫോർ ലൂപ്പിന്റെ കൺസ്ട്രക്ടർ, സ്യൂഡോ കോഡിന്റെ കൺസ്ട്രക്ട് ആയ ഫോർ ലൂപ്പ്. ഇനി അടുത്തതാണ് ഫംഗ്ഷൻ. നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺസ്ട്രക്ട് കണ്ടു, വാരിയബിൾ അസൈൻ അങ്ങനെയുള്ള കൺസ്ട്രക്ട് കണ്ടു, ഡിസിഷൻ മേക്കിംഗ് കൺസ്ട്രക്ട് കണ്ടു, ദെൻ ലൂപ്സ് കണ്ടു. ഇനി അടുത്തതാണ് ഫങ്ഷൻസ്. സോ എന്താണ് ഫങ്ഷൻ? ഫങ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോഡ് റീയൂസബിലിറ്റിക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാമിങ്ങിലുള്ള ഒരു പരിപാടിയാണ് ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ട്. കോഡ് റീയൂസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് ഇപ്പൊ വലിയൊരു കോഡിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ വീണ്ടും വീണ്ടും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി പ്രോഗ്രാമിങ്ങിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ഒരു ഫങ്ഷന് സിൻടാക്സ് ഉണ്ട്. ഓക്കെ, അതിൽ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള 2 ഭാഗങ്ങളാണ് ഒരു ഫങ്ഷന്റെ ബോഡിയും അതുപോലെ തന്നെ ഫങ്ഷന്റെ കോളും. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്, ബട്ട് സ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഡിക്ലെയർ ചെയ്തില്ലെങ്കിലും ഈ സംഭവം വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫങ്ഷനിൽ ഫങ്ഷൻ ബോഡി അതിനെ ഫങ്ഷൻ ഡെഫിനീഷൻ എന്ന് പോലും പറയാറുണ്ട്, ഡെഫിനീഷൻ. പിന്നെ അതുപോലെ തന്നെയാണ് ഫങ്ഷൻ കോളും ഫങ്ഷൻ ഡെഫിനീഷൻ. ഓക്കെ, സോ ഇപ്പോൾ കോഡ് റീയൂസബിലിറ്റി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് അതിനൊരു എക്സാമ്പിൾ നമുക്ക് എഴുതാം. ഓക്കെ, സോ 2 നമ്പർ കൂട്ടാനുള്ള ഒരു എക്സാമ്പിൾ. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഈസ് ആഡിങ് 2 numbers. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഈസ് നത്തിങ് ബട്ട് ആഡിങ് 2 numbers. സോ നമ്മൾ തുടക്കത്തിൽ കണ്ട കാർട്ടൂൺ, ബിസിനസ് മാൻ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് മാനേജർക്ക് കൊടുത്തു. മാനേജർ അതിന്റെ സ്യൂഡോ കോഡ് എഴുതാൻ പോവാണ്. 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള സ്യൂഡോ കോഡാണ്. സോ നമുക്കറിയാം അതെപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, സ്റ്റാർട്ട് എന്ന് പറയുന്ന കീബോർഡ് വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പ്രിന്റ് എന്ന് പറയുന്ന ഇൻപുട്ട് കൺസ്ട്രക്റ്റ് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞു, അതായത് ആദ്യത്തെ നമ്പർ. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം, എൻ്റർ ദ ഫസ്റ്റ് നമ്പർ എന്നൊക്കെ പറഞ്ഞ് എഴുതാം. ബട്ട് ഫോർ ദ സീക്ക് ഫസ്റ്റ് നമ്പർ. ഇത് ഇൻപുട്ട് കൺസ്ട്രക്റ്റ് ആണ്. ഔട്ട്പുട്ട് കൺസ്ട്രക്റ്റ് ആണ്. ഇനി യൂസർ ഒരു നമ്പർ എൻ്റർ ചെയ്യും, അത് ഒരു വാരിയബിളിനകത്തോട് വേണം കയറാം, എന്നാൽ മാത്രമേ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോസസ്സിങ് അതായത് സം ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇൻപുട്ട് എ. അപ്പോൾ യൂസർ എൻ്റർ ചെയ്ത നമ്പർ എ എന്ന് പറഞ്ഞ വാരിയബിളിനകത്തോട്ട് കയറി. അടുത്തത് പ്രിന്റ് second number, input b. This is the output construct, this is the input construct. Then sum എന്ന് പറയുന്ന പുതിയ വാരിയബിൾ which holds a plus b. ഓക്കെ, വേണമെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ആക്കാനായിട്ട്
സെറ്റ് സം ഈക്വൽ ടു 0. അതായത് നമ്മൾ ഒരു വാരിയബിൾ 0യിലേക്ക് അസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ ഫോർമാറ്റ് ചെയ്യുന്ന പോലെ ക്ലിയർ ചെയ്യണം വാരിയബിൾ. ഇനി ഈ സംഹിത മാത്രം പോലെ നമുക്കിത് കാണണം. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ഔട്ട്പുട്ട് കൺസ്ട്രക്ട് യൂസ് ചെയ്യാണ്, വിച്ച് ഈസ് നത്തിങ് ബട്ട് പ്രിന്റ് സം ഇത് കണ്ടു. അപ്പോൾ നമ്മുടെ ബിസിനസ് മാനേജർക്ക് MG എന്ന് പറഞ്ഞ് ഞാൻ സൂചിപ്പിക്കുകയാണ്. മാനേജർക്ക് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, അയാൾ അതിന്റെ സ്യൂഡോ കോഡ് എഴുതി നമ്മുടെ എഞ്ചിനീയർക്ക് കൊടുത്തു. പക്ഷെ ബിസിനസ്മാൻ വീണ്ടും വന്നു. ഒന്നല്ല, അയാൾക്ക് ഇതിപ്പോ ഒരു സെറ്റ് ഓഫ് ഒരു പെയറാണ്. ഇപ്പോൾ A, B എന്ന് പറയുന്ന ഒരു പെയറാണ് ആഡ് ചെയ്തത്. അങ്ങനെയല്ല, അയാൾക്ക് ഇതുപോലത്തെ ഒരു പെയർ കൂടി ആഡ് ചെയ്യണം. കോൾ C, D. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഫംഗ്ഷനെ കുറിച്ച് അറിയില്ല കേട്ടോ. ആ അവസ്ഥയിലാണ് നമ്മൾ എഴുതണം. ഫംഗ്ഷൻ അറിയാത്ത മാനേജർ ആണെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും ഇതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യും. അതായത് പ്രിന്റ് തേർഡ് നം ഇൻപുട്ട് ABC, പ്രിന്റ് ഫോർത്ത് നം ഇൻപുട്ട് D, sum 2 equal to C plus D, print sum 2. ഇനി ലാസ്റ്റ് സ്യൂഡോ കോഡ് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യുക? സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇത് വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് രണ്ട് സെറ്റ് ഓഫ് ഫസ്റ്റ് സെറ്റ് ഓർ ഫസ്റ്റ് പെയർ, സെക്കൻഡ് പെയർ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. രണ്ടെണ്ണം ആഡ് ചെയ്യാനായിട്ട് 1, 2, 3, 4, 5, 6, 7 രണ്ട് നമ്പർ ആഡ് ചെയ്യാൻ 7 ഇൻസ്ട്രക്ഷനുകൾ വേണ്ടി വന്നു. അപ്പോൾ 4 ആഡ് ചെയ്യാനോ, അതായത് 2 പെയർ ആഡ് ചെയ്യാനോ 14 എണ്ണം. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 പെയർ ആഡ് ചെയ്യണമെങ്കിൽ എത്ര എണ്ണം വേണ്ടി വരും? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് വേണ്ടി വരും. ഒരിക്കലും പോസിബിൾ അല്ല. പോസിബിൾ ആണ്, പക്ഷെ ഇരുന്ന് എഴുതൽ പോസിബിൾ അല്ല. അവിടെയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ആൾ വരുന്നത്. അത് എങ്ങനെ അതിന്റെ പ്രവർത്തനം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷന് ഒരു പേര് കൊടുക്കും. ആ പേര് ഇപ്പൊ ഞാനിപ്പോ സമ്മിയല്ലേ, ഞാൻ ആഡ് എന്ന് പറഞ്ഞ പേര് കൊടുത്തു. എന്നിട്ട് ആ ഫംഗ്ഷനെ ഞാൻ നമ്മുടെ നമ്പേഴ്സിനെ പാസ് ചെയ്യും. ഓക്കെ, നമ്പർ എന്ന് പറയുന്നത് വാരിയബിളിനകത്താണല്ലോ വരുന്നത്. ഇപ്പൊ ഞാൻ ചുമ്മാ A, B എന്ന് പറഞ്ഞ് പാസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? സെറ്റ് C equal to 0, C equal to A plus B, return C. ഇത്രയേ ഉള്ളൂ. അതായത് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ എഴുതും. ഇതെന്താ ചെയ്തിരിക്കണേ? വരുന്ന 2 നമ്പറിനെ ആഡ് ചെയ്തു, എന്നിട്ട് അത് C എന്ന് പറയുന്ന വാരിയബിളിനകത്തോട്ട് കയറ്റി റിട്ടേൺ C എന്ന് എഴുതി. അത് വലിയ പരിചയം ഉണ്ടാവില്ല. അതായത് ഇത് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കാൻ 2 നമ്പേഴ്സ് യൂസർ ഇൻപുട്ട് ചെയ്തത് ഇതിനകത്തോട്ട് കൊടുത്തു. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്ന ആളിനകത്തോട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. എന്തൊക്കെയാ ചെയ്യണത് അതൊക്കെ ചെയ്തു. അത് ചെയ്തിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, അത് തിരിച്ചു മേടിക്കണ്ടേ. ദാറ്റ് ഈസ് കോൾഡ് ആസ് റിട്ടേൺ. അതിനാണ് റിട്ടേൺ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ ആഡ് എന്ന് പറയുന്നത് ഈ ബ്ലോക്കിനെയാണ് എന്ത് പറയണേ? ഫംഗ്ഷൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോ 2 നമ്പർ ആഡ് ചെയ്യാനായിട്ട് ഞാൻ 1, 2, 3 3 ഇൻസ്ട്രക്ഷൻ വേണ്ടി വന്നു. അതായത് ഞാൻ ഇതിനകത്തോട്ട് 1, 2 പാസ് ചെയ്തു. അപ്പൊ ഈ 1 എന്ന് പറയുന്നത് ഈ A അടുത്ത് കയറി വരും, 2 എന്ന് പറയുന്നത് B അകത്ത് കയറി വരും. ഈ 2 പേരെ പറയുന്ന പേരാണ്. ഇതെന്ന് പറയുന്നതാണ് ഫംഗ്ഷന്റെ പേര്, നെയിം, ഫംഗ്ഷൻ നെയിം. ഈ ബ്രാക്കറ്റ് ഓഫ് എന്ന് പറഞ്ഞു തുടങ്ങിയ സാധനമാണ് ഫംഗ്ഷൻ. ഞാൻ F എന്ന് പറഞ്ഞു കൊടുക്കാണ്. ഫംഗ്ഷൻ ആർഗ്യുമെന്റ്, ഷോർട്ട്ലി ആർഗ്സ് എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇതിനെ പറയുന്നവരാണ് ഫംഗ്ഷൻ റിട്ടേൺ, RETURN. ഓക്കെ, ഇത് മൊത്തമായിട്ട് പറയുന്ന പേരാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷന് ഞാൻ F എന്ന് കൊടുക്കാണ്, ഡെഫിനിഷൻ ഓർ ബോഡി. ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതിയിട്ട് അതിനകത്തോട്ട് വാല്യൂ പാസ് ചെയ്താൽ മതി. അപ്പൊ ഒരു ചോദ്യം വരാം, അല്ല ഫംഗ്ഷൻ ഡെഫിനിഷനോട്ട് എങ്ങനെ വാല്യൂ പാസ് ചെയ്യും? കാണാം. സ്യൂഡോ കോഡാണ് ഫംഗ്ഷന്റെ. സ്റ്റാർട്ട് ചെയ്തു, ഈ കാണിച്ചിട്ടുള്ളതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ.
ഞാൻ ഈ പറഞ്ഞ കഥ തന്നെ. ഇവിടെ ഞാൻ റിട്ടേൺ എ പ്ലസ് ബി എന്ന് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുക. ഞാനത് അവിടെ സി ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കൊടുത്ത് റിട്ടേൺ സി കൊടുത്തു. അത് നിങ്ങളുടെ ഇഷ്ടം. സോ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ എഴുതുമ്പോൾ സ്യൂഡോകോഡ് എഴുതുമ്പോൾ സ്റ്റാൻഡേർഡ് വേ ആണ്. ഫംഗ്ഷൻ എഴുതി ക്യാപ്സിൽ, ഡെഫിനേഷൻ ക്യാപ്സിൽ എഴുതി, സോറി ഡിഫൈൻ ക്യാപ്സിൽ എഴുതി, ഫംഗ്ഷൻ എഴുതി, പിന്നെ ഇതെന്ന് പറയുന്നത് ഫംഗ്ഷന്റെ പേര് കൊടുത്ത് ഈ കാണുന്ന സംഭവമാണ് ആർഗ്യുമെന്റ്, ബ്രാക്കറ്റ് ഓഫ് എ കോമ ബി എന്ന് പറഞ്ഞിട്ട്. ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നമ്മൾ ഫോറിലും വൈലിലൊക്കെ കണ്ടതാണ്. സ്റ്റോപ്പ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇത്രയും ഈ ബ്ലോക്ക് എന്താണെന്ന് നമുക്കറിയാം. ഈ ബ്ലോക്ക് എന്താ ചെയ്യാം? ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് പാസ് ചെയ്യാനുള്ളത് മേടിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആഡ് നം കോമ 1. ഈ നം എന്ന് പറയുന്നത് ആരാ? ഫസ്റ്റ് യൂസർ കൊടുത്തത്. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കും. ഇതിന്റെ കറസ്പോണ്ടിങ് പ്രോഗ്രാം എഴുതുമ്പോൾ ഈ പോയിന്റിൽ എത്തുമ്പോൾ ആഡ് എന്ന് പറയുന്നത്, അതായത് ഇത് നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കും. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് കോഡിന്റെ ഏറ്റവും ടോപ്പിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അത് നമ്മളൊരു എക്സാമ്പിൾ എനിക്ക് കോഡ് എഴുതുമ്പോൾ കാണാം. അത് കഴിഞ്ഞിട്ട് ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചു. ഇതെന്ന് പറയുന്നത് എന്താ? ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ്. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ യൂസർ കൊടുത്തത്, സെക്കൻഡ് നമ്പർ യൂസർ കൊടുത്തു. ഇത് രണ്ടും കൂടിയിട്ട് എവിടേക്ക് പാസ് ചെയ്തു? ഇതിനകത്തോട്ട് പാസ് ചെയ്തു. ഇത് നമ്മ വന്നിട്ട് നേരെ ഇതിനകത്തോട്ട് കയറും, ഇതിനകത്ത് വേറെ ഇതിനകത്തോട്ട് കയറും. ഇത് പാസ് ചെയ്തു. അത് പാസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? നമുക്ക് ചെയ്യാനുള്ള ഓപ്പറേഷൻ നടന്നു. അത് കഴിഞ്ഞിട്ട് അത് റിട്ടേൺ ചെയ്തു. അതായത് 1 ലൈനിൽ എഴുതിയിരിക്കുകയാണ്. ഇത് ഈ കാണുന്ന സംഭവങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഇതിനെ 1 ലൈനിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പാസ് ചെയ്ത് റിട്ടേൺ ചെയ്തു. ആ റിട്ടേൺ ചെയ്തത് ഒരാൾ മേടിക്കണം അല്ലേ? റിട്ടേൺ ചെയ്തു, എങ്ങോട്ടോ തെറിച്ച് പോയിട്ട് കാര്യമല്ലോ. അത് മേടിക്കുന്നത് ആരാണ്? ഫംഗ്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന ആ വാരിയബിൾ ആണ് എന്ത് ചെയ്യുക? ഫംഗ്ഷൻ ഡെഫിനേഷൻ റിട്ടേൺ ചെയ്തത് മേടിക്കാം. അപ്പൊ ഇത് കൺഫ്യൂഷൻ ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. സ്റ്റിൽ ഒരു കാര്യം റിപ്പീറ്റഡ്. ഇപ്പൊ ഇനിയിപ്പോ ഒരാളോട് പറയണം വീണ്ടും 2 നമ്പർ 2 വട്ടം ആഡ് ചെയ്യണം എന്ന് പറയും. 2 വട്ടം ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ലൈൻ കഴിഞ്ഞിട്ട് വീണ്ടും സെറ്റ്, അല്ലെങ്കിൽ വേണ്ട, സെറ്റ് ഒന്നും വേണ്ട, റിസൾട്ട് 2 is equal to add. വീണ്ടും ഫംഗ്ഷൻ വിളിച്ചാൽ മതി. ആഡ് നം 3, നം 4, ഓർ വേണ്ട നം 1, നം 2. അതിന്റെ മുകളിൽ വീണ്ടും അതുപോലെ തന്നെ ഈ നമ്പർ റീഡ് ചെയ്യാനുള്ള കേസ് എഴുതി വെച്ചാൽ മതി. അപ്പൊ വീണ്ടും കൂട്ടേണ്ട ആ ഒരു കേസ് വരുന്നില്ല. ഓക്കെ, ഈ നം 1 ഇതിന്റെ കൂടെ ഇനി ലൂപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് കുറയും. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. ഇനിയിപ്പോ വീണ്ടും എഴുതേണ്ട വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും 2 നമ്പർ കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞു. ഇത് ചെയ്തു. വീണ്ടും 2 ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും യൂസറിന്റെ നം 3, നം 4 മേടിക്കാം. അത് കഴിഞ്ഞിട്ട് ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യുക. നം 3, നം 4. ഇതാണ് ആർഗ്യുമെന്റിനകത്ത് പാസ് ചെയ്യാം. ഒബ്വിയസ്ലി ഇവിടെ ഒരു റിട്ടേൺ ഉണ്ട്. അതപ്പോ എന്തായാലും റിട്ടേൺ ചെയ്യും. അതൊരു വാല്യൂന് കിട്ടണം. അത് റിസൾട്ട് 2 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് റിട്ടേൺ ചെയ്യുന്നത് പ്രോസസ്സ് എന്താണോ അത് ചെയ്ത് റിട്ടേൺ ചെയ്ത് ഇതിനകത്തോട്ട് കയറി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നമുക്കിത് പ്രിന്റ് ചെയ്യണം. കഴിഞ്ഞു. അപ്പൊ എത്ര ഇൻസ്ട്രക്ഷൻ വേണ്ടി വന്നു? അതായത് ഒരെണ്ണം കൂടി ആഡ് ചെയ്യാനായിട്ട് 3 എണ്ണം വേണ്ടി വന്നുള്ളൂ അല്ലേ? അതായത് മേടിക്കണം, കൂട്ടണം. മേടിക്കാനായിട്ട് ഈ പാർട്ടീസ്. ഓക്കെ, ഈ 4 എണ്ണം, പിന്നെ ഈ ഒറ്റ ഇത് വേണ്ടി വന്നുള്ളൂ. വീണ്ടും കൂട്ടേണ്ട ഇൻസ്ട്രക്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റി. ഇവിടെ ഒരു 2 നമ്പർ ആഡ് ചെയ്യാനുള്ള ഒറ്റ ഇൻസ്ട്രക്ഷൻ ഉള്ളൂ. ചിലപ്പോൾ 100 കണക്കിന് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടോ, വലിയൊരു ഫംഗ്ഷനാവും. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് കിട്ടും. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ സിൻടാക്സ് വിച്ച് ഹെൽപ്പ് us ടു റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് കോഡ്. ഇനി നമ്മളത് ഒറിജിനൽ കോഡ് എഴുതുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനിയുള്ള സംഭവമാണ് ഫംഗ്ഷന് പ്രൊസീജിയർ എന്ന് പറയുന്ന വേർഡ് കൊണ്ടും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ കോൾ. അതായത് ആഡ് നം 1, നം 2 എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ കോൾ. ആ ആഡ് നം 1, നം 2 എന്നിട്ടിട്ട് റിട്ടേൺ എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷനാണ് ഫംഗ്ഷൻ ഡെഫിനീഷൻ ഓർ ബോഡി. ഇത്രേ ഉള്ളൂ, കോളും ഡെഫിനീഷൻ. പിന്നെ ഡിക്ലറേഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ് 1, 2. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുക, യൂസർ തരുന്നത് പാസ് ചെയ്യുക, അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ എത്തിക്കോളും. അത് എന്നിട്ട് എന്ത് ചെയ്യുക? റിട്ടേൺ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത കമന്റ്സ്, ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് എറർ ഹാൻഡ്ലിംഗ്.